അത്തിമരം വളർത്തുന്നവൻ അതിൻ്റെ പഴം തിന്നും, യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. സുഭാഷിതങ്ങളുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുലിഖിതം വചനം പറയാണ്. ആദ്യം അത്തിമരത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം പെട്ടെന്ന് യജമാനെ കുറിച്ച് പറയാണ്. ശരിക്കും ഇവിടെ ഉണ്ടല്ലോ, ഈ അത്തിമരത്തെ സേവിക്കുന്ന ശുശ്രൂഷിക്കുന്ന മനുഷ്യനെയും യജമാനെ ശുശ്രൂഷിക്കുന്ന മനുഷ്യനെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വലിയൊരു അർത്ഥം കിട്ടും. ഒരു മനുഷ്യന് അത്തിമരത്തിൽ നിന്ന് പഴം കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? വെറുതെ നോക്കിയിരുന്നാൽ മതിയോ? ഉറങ്ങിക്കൊണ്ടിരുന്നാൽ മതിയോ? അലസനായിട്ടിരുന്നാൽ മതിയോ? പോരാ. ആ അത്തിമരത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള സേവനം ചെയ്യണം, ശുശ്രൂഷ കൊടുക്കണം. അതിന് വേണ്ടുന്ന സമയത്ത് അതിന് വെള്ളം കോരണം, അതിന് വേലി കെട്ടണം, അതിന് സൂര്യപ്രകാശം ഉറപ്പുവരുത്തണം. അങ്ങനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിനെ ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ അവസാനം അതിൽ നിന്ന് ഒരു പഴം പറിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവൻ ദാരിദ്ര്യത്തിലാകപ്പെടില്ല. ഇത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന വലിയൊരു പച്ചയായ സത്യമാണ്. ഇനി അടുത്ത ഇവിടെ എന്താ വചനം പറയുന്നത് അറിയാമോ? ഒരു ഭൃത്യൻ യജമാനനെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കർഷകൻ എങ്ങനെയാണോ അത്തിവൃക്ഷത്തെ ശുശ്രൂഷിക്കുന്നത്, സേവനം ചെയ്യുന്നത്, അതുപോലെ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ ആ ഭൃത്യൻ യജമാനനാൽ ബഹുമാനിക്കപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ആത്മാർത്ഥതയോടെ യജമാനന് വേണ്ടുന്ന സമയത്ത് വേണ്ടതുപോലെ ശുശ്രൂഷ ചെയ്താൽ, ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൃത്യൻ്റെ പണി പോകില്ല. ആ ഭൃത്യൻ ബഹുമാനിക്കപ്പെടും. ആ ഭൃത്യൻ യജമാനൻ്റെ അങ്കണത്തിൽ ആയുഷ്കാലം ജീവിക്കും. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ആർക്കാണെന്നറിയാമോ? ഒരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ, ഒരു ഹോസ്പിറ്റലിൽ, ഏതെങ്കിലും ഇങ്ങനെയുള്ള തലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വചനഭാഗമാണിത്. പലപ്പോഴും പലരുടെയും ജോലി പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു സ്ഥാപനത്തിലോ ഒരു കമ്പനിയിലോ ഒരു ഹോസ്പിറ്റലോ എവിടെയെങ്കിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നില്ല, ശുശ്രൂഷ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജോലി ഭാവിയിൽ തെറിക്കാനുള്ള സകല സാധ്യതയുണ്ട്. പലരും അവരുടെ ജോലി കളയുന്നത് ഈ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാത്തതുകൊണ്ടാണ്. ജോലി നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടോ ആരാധിച്ചിട്ടോ അല്ലെങ്കിൽ ഒത്തിരി നേർച്ച നേർന്നുകൊണ്ടോ ഒന്നും ആയില്ല. കർത്താവിൻ്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങൾ. യജമാനനെ സേവിക്കുമ്പോൾ അവൻ കർഷകനെ കണ്ടുപഠിക്കണം. ആ ഭൃത്യൻ അതുപോലെയുള്ള ഒരു ആത്മാർത്ഥതയിൽ ജീവിക്കുമ്പോൾ അവൻ ബഹുമാനിക്കപ്പെടുന്നു, അവന് നിലനിൽപ്പിൻ്റെ വരം ലഭിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ആത്മാർത്ഥത കാണിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയുന്ന ചില വ്യക്തികളുണ്ട്, ചില കമ്പനികളിലും ചില സ്ഥാപനങ്ങളിലും ചില ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ. എന്തൊരു ആത്മാർത്ഥതയാണ് അവർ ആ സ്ഥാപനത്തോട് കാണിക്കുന്നതെന്ന് അറിയാമോ? ഇവരുടെ ബോസിന് അല്ലെങ്കിൽ ഇവരുടെ മേലധികാരികൾക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവർ അത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ആ കമ്പനിക്ക് വേണ്ടി അല്ലെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ജോലികൾ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. ആ സ്ഥാപനത്തിൻ്റെ മേലധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓർക്കുക, നിനക്ക് അന്നം തരുന്നത്, നിൻ്റെ ജീവിതം പുലർത്തിക്കൊണ്ട് പോകുന്നത്, നിൻ്റെ കുടുംബത്തിന് താങ്ങായിട്ട് നിൽക്കുന്നത് ഈ ഒരു സ്ഥാപനമാണ്. ദൈവം ഈ സ്ഥാപനത്തിലെ അധികാരികളിലൂടെ കാണിക്കുന്ന കാരുണ്യമാണ് നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിന്നെ സഹായിക്കുന്നത്. അതെപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ടല്ലേ എനിക്ക് ശമ്പളം കിട്ടുന്നത്, അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ എനിക്ക് ശമ്പളം കിട്ടുന്നത്, അവർ പൈസ തരുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് ശമ്പളം കിട്ടുന്നത്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരരുത്. അങ്ങനെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ആത്മാർത്ഥതയും കൂടി കലർന്നു കഴിഞ്ഞാൽ നിൻ്റെ ജോലിയിൽ നിനക്ക് വലിയ സമാധാനം ഉണ്ടാവും, നിനക്ക് വലിയ ആനന്ദമുണ്ടാവും. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ആ സ്ഥാപനത്തിലെ അധികാരികളെ, നിൻ്റെ മേലധികാരികളെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, ഈ സ്ഥാപനത്തിൻ്റെ മേൽ അങ്ങയുടെ വലതുകരം നീട്ടി അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ സ്ഥാപനത്തെ നന്മയിലൂടെ, നീതിയിലൂടെ വലിയ അനുഗ്രഹത്തിലേക്ക്, വലിയ പുരോഗതിയിലേക്ക് വളർത്തിയെടുക്കാനുള്ള ജ്ഞാനവും അറിവും കൃപയുമെല്ലാം മേലധികാരികൾക്ക് നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ജോലിയെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊരു ആശീർവാദം സ്വീകരിക്കാം.
അല്ലെങ്കിൽ എല്ലാ ജോലിയും നമുക്കൊരു ഭാരമായിട്ട് മാറും.